ഇത്രയും കാലം അമേരിക്കയും ഇസ്രയേലും ഭയന്നത് ഒടുവിൽ സംഭവിച്ചിരിക്കുന്നു. ഇറാൻ വെറുമൊരു ആണവ രാജ്യമല്ല, മറിച്ച് ലോകത്തെയാകെ നിമിഷങ്ങൾക്കുള്ളിൽ ചാരമാക്കാൻ ശേഷിയുള്ള 12 ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ അതിമാരകമായ യുറേനിയം സമ്പുഷ്ടീകരിച്ചു കഴിഞ്ഞു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇത് വെറുമൊരു ഊഹാപോഹമല്ല, മറിച്ച് അന്താരാഷ്ട്ര ചാര സംഘടനകളെയും ആണവ നിരീക്ഷകരെയും ഒരുപോലെ മുൾമുനയിൽ നിർത്തുന്ന യാഥാർത്ഥ്യമാണ്. പശ്ചിമേഷ്യയിലെ മണലാരണ്യത്തിൽ നിന്നുയരുന്ന ഈ ആണവ ഭീഷണി ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോവുകയാണ്. ട്രംപും നെതന്യാഹുവും പയറ്റിയ നയതന്ത്ര തന്ത്രങ്ങളെല്ലാം തകർത്തെറിഞ്ഞ് ഇറാൻ കൈവരിച്ച ഈ ആണവ വിസ്മയത്തിന്റെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഈ റിപ്പോർട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഇറാൻ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ അളവാണ്. ഏകദേശം 440 കിലോ. കേവലം ഒരു ആണവ പരീക്ഷണത്തിനല്ല, മറിച്ച് 12 അതിമാരക ബോംബുകൾ നിർമ്മിക്കാൻ ഇത് ധാരാളമാണ്. ഇത്രയും കാലം ചർച്ചകളിലൂടെയും ഉപരോധങ്ങളിലൂടെയും ഇറാനെ തളച്ചിടാൻ ശ്രമിച്ച അമേരിക്കയ്ക്ക് ഏറ്റ ഏറ്റവും വലിയ പ്രഹരം കൂടിയാണിത്. ഇറാന്റെ പക്കൽ ഇത്രയേറെ യുറേനിയം എത്തിയതോടെ സമാധാന ചർച്ചകൾക്കായി ഇസ്ലാമാബാദിലെത്തിയ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന് മുന്നിൽ ഇറാൻ അവതരിപ്പിച്ചത് കരുത്തുറ്റ വിലപേശൽ തന്ത്രങ്ങളാണ്. ആണവ കരുത്തില്ലാതെ ഇറാനെ മുട്ടുകുത്തിക്കാമെന്ന് കരുതിയവർക്ക് മുന്നിൽ ടെഹ്റാൻ ഇന്ന് ഒരു വൻ ശക്തിയായി വളർന്നിരിക്കുന്നു എന്നതാണ് വാസ്തവം. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഉറക്കമില്ലാത്ത രാത്രികളുടെ തുടക്കം കൂടിയാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകർക്കുമെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുമ്പോഴും ഇത്രയേറെ യുറേനിയം അവർ സമാഹരിച്ചു കഴിഞ്ഞത് ഇസ്രയേലിന്റെ സുരക്ഷാ കവചങ്ങൾക്ക് വലിയ ഭീഷണിയാണ്. ഇറാന്റെ അത്യാധുനിക മിസൈലുകളിൽ ഈ ആണവ പോർമുനകൾ ഘടിപ്പിച്ചാൽ പിന്നെ മിനിറ്റുകൾക്കുള്ളിൽ പശ്ചിമേഷ്യയുടെ ഭൂപടം തന്നെ മാറും. അതേസമയം ട്രംപ് ഭരണകൂടം ഇതിനെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. അമേരിക്കൻ ജനതയുടെ നികുതി പണം ഉപയോഗിച്ച് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുമ്പോഴും ഇറാന്റെ ഈ ആണവ കുതിച്ചുചാട്ടം എങ്ങനെ തടയുമെന്നതിൽ വൈറ്റ് ഹൌസിന് ഇന്നും ഉത്തരമില്ല. തന്ത്രപ്രധാനമായ ഈ ഘട്ടത്തിൽ ചൈനയുടെയും റഷ്യയുടെയും പിന്തുണ ഇറാന് കൂടുതൽ കരുത്ത് നൽകുന്നുണ്ട്. അമേരിക്കൻ ഉപരോധങ്ങളെ കാറ്റിൽ പറത്തി ഇറാനിലേക്ക് ആയുധങ്ങൾ എത്തിക്കുന്ന ചൈനയുടെ നീക്കവും ഇറാന്റെ ആണവ പദ്ധതിക്കു പിന്നിലെ റഷ്യൻ സാങ്കേതിക വിദ്യയും ലോക പോലീസിന്റെ പതനത്തിന് ആക്കം കൂട്ടുന്നുണ്ട്. ട്രംപ് നോട്ട് ഗുഡ് എന്ന് പരിഹസിക്കുമ്പോഴും ഇറാൻ ഇന്ന് ഒരു കടമ്പ കൂടി കടന്നു കഴിഞ്ഞു. ഇസ്ലാമാബാദിലെ ചർച്ചകൾ വഴിമുട്ടാൻ കാരണമായ പ്രധാന വിഷയവും ഇറാന്റെ ഈ ആണവ നിലപാട് തന്നെയാണ്. തങ്ങളുടെ ആണവ അവകാശങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ അമേരിക്കൻ ഉപരോധങ്ങൾ നീക്കം ചെയ്യണമെന്ന ടെഹ്റാന്റെ കടുംപിടുത്തം ട്രംപിനെ ശരിക്കും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ലോകം ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണമാണ്. ആണവക്കരുത്തുള്ള ഇറാൻ ഹോർമൂസ് അടച്ചുപൂട്ടിയാൽ അത് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ സാഹചര്യം അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. ഇറാന്റെ ഈ ആണവ ശേഖരം ഒരു ഇൻഷുറൻസ് പോളിസി പോലെയാണ്. ഏതെങ്കിലും രാജ്യം ഇറാനെ ആക്രമിക്കാൻ മുതിർന്നാൽ അത് ലോകത്തിന്റെ തന്നെ അന്ത്യത്തിന് കാരണമായേക്കാം. പശ്ചിമേഷ്യയിലെ യുദ്ധക്കളത്തിൽ ഇനി ആയുധങ്ങളല്ല, മറിച്ച് ആണവ പോർമുനകളായിരിക്കും സംസാരിക്കുക എന്ന ഭയാനകമായ സത്യം നാം തിരിച്ചറിയണം. ഇറാൻ ഒരുക്കിയ ഈ ആണവക്കിണിയിൽ നിന്ന് ലോകം എങ്ങനെ രക്ഷപ്പെടുമെന്നത് കണ്ടു തന്നെ അറിയണം. 12 ബോംബുകൾക്കുള്ള യുറേനിയം റെഡിയാക്കി ഇറാൻ നൽകുന്നത് ലോകത്തിനുള്ള ഒരു അന്ത്യശാസനം കൂടിയാണ്. നയതന്ത്രം പരാജയപ്പെടുമ്പോഴും വിവേകമില്ലാത്ത നേതാക്കൾ പ്രകോപനങ്ങൾ തുടരുമ്പോഴും സാധാരണക്കാരൻ യുദ്ധഭീതിയിൽ ശ്വാസം മുട്ടുകയാണ്. ആയുധശക്തി കൊണ്ട് ആരെയും കീഴടക്കാമെന്ന കാലം കഴിഞ്ഞു പോയിരിക്കുന്നു. ഇറാന്റെ ആണവ ചിറകുകൾ പശ്ചിമേഷ്യയിൽ പുതിയൊരു ലോകക്രമത്തിന് വിത്തിടുമ്പോൾ സമാധാനമെന്ന കനവ് ലോകത്തിന് ഇന്നും അന്യമായി തന്നെ തുടരുകയാണ്.